വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേയും നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വെസ്റ്റ് കടുങ്ങല്ലൂരിൽ നിന്നുള്ള മിനി മനോഹറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൻ മൃദുലിന് വേണ്ടി ലോകം എമ്പാടുമുള്ളവർ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ജോലി അങ്ങ് നൽകണമേ. തെറ്റായ മോശമായ കൂട്ടുകെട്ടുകളിൽ നിന്നും ഒരു വലിയ സ്വാതന്ത്ര്യം നൽകണമേ. ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. മാത്രമല്ല, ഈ കുടുംബത്തിലെ സാമ്പത്തികമായ കടബാധ്യതകൾ മാറട്ടെ. ഈ മുഴുവൻ കുടുംബത്തെയും കർത്താവെ നീ അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. കർത്താവെ, അതുപോലെ തന്നെ കോട്ടയത്തു നിന്നുള്ള ഷാജി എബ്രഹാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസറിൽ നിന്നും പരിപൂർണ സൗഖ്യം കർത്താവെ അങ്ങ് നൽകണമേ. ഡയബറ്റീസും തന്നിൽ നിന്നും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലർജി സൗഖ്യമാകട്ടെ, അവളുടെ വിവാഹം നടക്കട്ടെ. ഈ കുടുംബം മുഴുവൻ ദൈവിക ആരോഗ്യത്തിൽ ജീവിക്കുവാനും എല്ലാ രോഗങ്ങളും മാറിപ്പോകാനുമായി പ്രാർത്ഥിക്കുന്നു. ബിസിനസ് ഇംപ്രൂവ് ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പെരുമ്പാവൂരിൽ നിന്നുള്ള KX ആൻ്റണിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സ്വന്തമായൊരു ഭവനം നൽകണമേ. പണം കടം കൊടുത്ത് തിരികെ ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് നല്ല ജോലി നൽകണമേ. മകൻ ഡിനീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബാങ്ക് ടെസ്റ്റ് പാസ്സാകുവാനും നല്ലൊരു ജോലി കിട്ടുവാനും അങ്ങ് സഹായിക്കണമേ. ഇന്നത്തെ 3 സ്പോൺസേഴ്സിനെയും അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ചേർന്നിപ്പോൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു The History Makers Regional Teens and Youth Conference. നവംബർ 10 കോഴിക്കോട്. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details 0484 422 171. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നിലമ്പൂർ ഒക്ടോബർ 16 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. OCK ഓഡിറ്റോറിയം, കോടതിപ്പടി സ്റ്റോപ്പ്, നിലമ്പൂർ. ഊട്ടി കാലിക്കറ്റ് റോഡ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തൃശൂർ ഒക്ടോബർ 17 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ തൃശൂർ. ഓഗസ്റ്റ് മാസം 8-ാം തീയതി ആയിരുന്നു സിസ്റ്ററിന്റെ ഡെലിവറി ഡേറ്റ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. ഒരു പ്രമുഖമായ ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് ഡെലിവറിക്ക് ചെന്ന അപ്പോയിന്റ്മെന്റ് എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിരുന്നത്. പക്ഷേ അവിടെ അഡ്മിറ്റ് ചെയ്തപ്പോൾ യാതൊരു പെയിനും ഇല്ല. ഡോക്ടർമാർ പറഞ്ഞു വളരെ പ്രശ്നമാണ്, അത് ഓപ്പറേഷൻ ചെയ്യാമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പക്ഷേ സിസേറിയൻ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പക്ഷേ സിസ്റ്ററും നമ്മൾ ഡാമിബ്രദറിനൊക്കെ മെസ്സേജ് അയച്ചു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചു. വിശ്വാസത്തിൽ ഇവർ തന്നെ ഡോക്ടറിനോട് പറഞ്ഞു കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാം, അതിനുശേഷം ഒന്നുകൂടി കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് വീക്കിൽ വീണ്ടും അഡ്മിറ്റ് ചെയ്തപ്പോൾ പെയിൻ ഉണ്ടായി. നല്ല അത്ഭുതകരമായ ഒരു ഡെലിവറി നടക്കുവാൻ സാധിച്ചു. നോർമൽ ഡെലിവറി നടക്കാൻ സാധിച്ചു. വേറൊരു അത്ഭുതകരമായ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഈ ഡെലിവറി ടൈമിൽ കുഞ്ഞ് പുറത്ത് വന്നപ്പോൾ കുഞ്ഞിന് ഡോക്ടർമാർ പറഞ്ഞത് കുഞ്ഞിന് ശ്വാസത്തിന് അധികം പ്രശ്നമുണ്ട്. ഞങ്ങളൊന്ന് 1 മണിക്കൂർ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വേറെ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായി. കൊച്ചിന് ബ്രീത്തിങ് ഡിസ്ട്രസ് ആയിരുന്നു. അതുകൊണ്ട് NICUവിൽ 4 hours ഒബ്സർവേഷൻ വെക്കാം, എന്നിട്ട് നോക്കാം, എന്നിട്ട് ബാക്കി പറയാമെന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ലേബർ റൂമിൽ കിടക്കുന്നു. കുഞ്ഞിനെ NIC കൊണ്ടുപോയി. അപ്പോൾ ഒരു ഐഡിയ ആർക്കും ഇല്ല. പക്ഷേ ഡെലിവറിക്ക് മുമ്പ് തന്നെ ഞാൻ പ്രാർത്ഥന ഡയറി വെച്ച് ലേബർ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്ന ഒരു പെയിൻ വരാൻ വേണ്ടി പ്രയർ ഡയറി കൈവച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പെയിനിന് വേണ്ടി ഞാൻ നടക്കുക ലേബർ റൂമിൽ. പെയിനിന് വേണ്ടി. കാരണം എനിക്ക് നോർമൽ ഡെലിവറി വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത്. എല്ലാവരും പ്രാർത്ഥിച്ചത് അതിന് വേണ്ടിയാണ്. അവിടെ സിസേറിയൻ ആയിപ്പോയാൽ പിന്നെ ദൈവത്തെ വിളിക്കുന്നത്
അങ്ങനെ ഒരു ചോദ്യം വന്നതുകൊണ്ട് വിശ്വാസത്തോടെ പ്രേരണയുമായി ഡേറ്റ് നടക്കുക. കഴിഞ്ഞു, ഡേയ്സ് ആയി, 4 days കഴിഞ്ഞു. ഓ, പറഞ്ഞിരുന്ന ഡേറ്റ് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ടും ഡെലിവറി നടക്കുന്നില്ല. പെയിൻ ഉണ്ടാകുന്നില്ല. അപ്പൊ പിന്നെ ഡോക്ടേഴ്സ് ഉറപ്പിച്ച് ഇത് സിസേറിയൻ തന്നെ. പിന്നെ നമുക്ക് ദൈവം മാത്രമുള്ള തുണ. അപ്പൊ പിന്നെ നടന്നു ബുക്കുമായിട്ട്. ഓക്കെ. അവസാനം പെയിൻ വന്നു, ഒരു പ്രശ്നവും ഇല്ലാതെ കുഞ്ഞിനെ കിട്ടി. ഇപ്പം കുഞ്ഞിവിടെ ഇരിപ്പുണ്ട്. കൈകളടിച്ച് യേശുവിന് നന്ദി പറയാമോ? എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുക്കുക കുഞ്ഞിന്. നോക്ക്. ഗ്രേറ്റ്. Give you an example. ഞാൻ അതിനൊരു ഉദാഹരണം നൽകട്ടെ. John chapter 8 യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം verses 2 onwards. അതിന്റെ 2 മുതലുള്ള വചനങ്ങൾ. This is a beautiful incident that happened in the ministry of Jesus. യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ നടന്ന ഒരു മനോഹരമായ സംഭവമാണ് ഈ കാര്യം. John chapter 8 verse number 2. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനം. At dawn he appeared again in the temple courts, where all the people gathered around him, and he sat down to teach them. അതിരാവിലെ അദ്ദേഹം വീണ്ടും ദൈവാലയത്തിലെത്തി. ജനങ്ങൾ അദ്ദേഹത്തിന്റെ ചുറ്റും വന്നുകൂടി. അവിടെ നിന്ന് അവരെ ഉപദേശിക്കാനിരുന്നു. Are you with me? നിങ്ങൾ എന്റെ കൂടെയുണ്ടോ? Where is Jesus now? ഇപ്പോൾ യേശു കർത്താവ് എവിടെയാണെന്ന് പറയൂ. Jesus is in the temple. യേശു കർത്താവ് ദൈവാലയത്തിലാണ്. And it was morning time. ഇതിപ്പോൾ അതിരാവിലെ ഒരു സമയമാണ്. So many people gathered around him. ജനങ്ങൾ, ഒത്തിരി ജനങ്ങൾ അദ്ദേഹത്തിന്റെ ചുറ്റും വന്നുകൂടി നിൽക്കുകയാണ്. The teachers of the law and the Pharisees brought in a woman caught in adultery. 3-ാമത്തെ വചനം. വേദജ്ഞരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് അവർ അവളെ നടുവിൽ നിർത്തി. They made her stand before the group and said to Jesus, "Teacher, this woman was caught in the act of adultery. In the law, Moses commanded us to stone such women. Now what do you say?" 4-ാമത്തെ വചനത്തിൽ യേശുവിനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള സ്ത്രീകളെ കല്ലെറിയണമെന്ന് മോശെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങ് എന്തു പറയുന്നു? See, in the temple, people come to worship the Lord, to pray to God. ഓർക്കുക, ജനങ്ങൾ ദൈവാലയത്തിൽ വരുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കാനും ദൈവത്തെ ആരാധിക്കാനുമായിട്ടാണ്. And people consider it as a holy place. എന്ന് മാത്രമല്ല, ആ സ്ഥലത്തെ ഒരു വിശുദ്ധ സ്ഥലമായിട്ടാണ് ജനങ്ങൾ കണക്കാക്കുന്നത് പോലും. Everyone and everything, the atmosphere was silent till something strange happened. ഇതാ ഇവിടെ ഒരു വിചിത്രമായ ഈ സംഭവം നടക്കുന്നത് വരെയും അവിടുത്തെ അന്തരീക്ഷം തികച്ചും നിശബ്ദമായിരുന്നു. Jesus was talking to people. ജനങ്ങളോട് യേശു കർത്താവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. Maybe they were asking a few questions to him. ഒരുപക്ഷേ ആ ജനങ്ങൾ അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാകാം. Maybe Jesus was praying for some sick people. ഒരുപക്ഷേ ചില രോഗികൾക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. It was a heavenly atmosphere there. അവിടെ ഒരു സ്വർഗീയമായ അന്തരീക്ഷമാണ് That ഉടലെടുത്തിരിക്കുന്നത്. was the time the teachers of the law brought in a woman into the midst. ആ സമയത്താണ് വേദജ്ഞരായിട്ടുള്ള ആളുകൾ ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് യേശുവിന്റെ മുൻപിൽ കൊണ്ടുവരുന്നത്. And the Bible says, verse number 6, they were using this question as a trap in order to have a basis for accusing him. എന്നാൽ 6-ാമത്തെ വചനത്തിൽ അദ്ദേഹത്തെ കുറ്റം ചുമത്തേണ്ടതിന് എന്തെങ്കിലും തക്ക കാരണം കിട്ടുന്നതിന് അവർ പ്രയോഗിച്ചൊരു കെണിയായിരുന്നു ഈ ചോദ്യം. They really wanted to trap Jesus. അവർ യഥാർത്ഥത്തിൽ യേശുവിനെ കെണിയിൽ അകപ്പെടുത്തുവാൻ ആഗ്രഹിച്ചു. Because Moses had asked them, commanded them to stone adulterous women. കാരണം മോശ തന്റെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ വ്യഭിചാരിണിയെ കല്ലെറിയണം. But teacher, what do you say? എന്നാൽ ചോദിക്കാണ്, ഗുരു, നിങ്ങൾ എന്താണ് പറയുന്നത്? All of us, we know the incident. നമുക്ക് എല്ലാവർക്കും ഈ കഥ അറിയാം. Jesus said, യേശു പറഞ്ഞു, if you read on verse number 7, when they kept on questioning him, Jesus was bending down and writing something. Then when they were questioning him, he straightened up and he said to them, "Let any one of you who is without sin
be the first to throw a stone at her. എന്നാൽ നമുക്ക് എല്ലാവർക്കും അതിന്റെ ഒടുവിലായി സംഭവിച്ചിരിക്കുന്ന കാര്യം അറിയാം. യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അവർ ആ ചോദ്യം തുടർന്നപ്പോൾ അദ്ദേഹം നിവർന്ന് അവരോട്, നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ഇവളെ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. And you know the rest of the story. അതിനുശേഷമുള്ള കഥ നിങ്ങൾക്കറിയാം. All of them, all the people gathered there because of the conscious prick, guilty consciousness. They dropped all the stones and left the place. ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും തന്നെ സ്വന്തം പാപത്തിന്റെ കുറ്റബോധത്താൽ കല്ലുകളെല്ലാം അവിടെ താഴെ ഇട്ടിട്ട് അവരെല്ലാം വീട്ടിൽ പോയി. And Jesus and that lady was left alone. അവിടെ യേശുവും ആ സ്ത്രീയും മാത്രം തനിച്ചായി. Who is Jesus? ഇപ്പോൾ യേശു ആരാണ്? The Savior. യേശു രക്ഷകൻ. The sinless Savior. ഓ പാപമില്ലാത്ത Who is രക്ഷകൻ. this lady? ആരാണ് ഈ മുൻപിലിരിക്കുന്ന സ്ത്രീ? A sinner. ഒരു പാപിനി. So is the Savior and sinner has an encounter here. നോക്കുക, ഇവിടെ രക്ഷകനും പാപിയും നേർക്ക് നേരെ നിൽക്കുകയാണ്. Can you imagine that situation? നിങ്ങൾക്ക് ആ ഒരു സാഹചര്യം നിങ്ങളുടെ മനസ്സിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? There is no sin in Jesus. യേശു കർത്താവിൽ ഒരു പാപം പോലുമില്ല. This lady is full of sins. എന്നാൽ ഈ സ്ത്രീയെ നോക്കൂ, മുഴു പാപിയാണ്. What was Jesus' judgment here? എന്താണ് യേശു കർത്താവ് അവളുടെ മേൽ വിധിച്ച ശിക്ഷ എന്നുള്ളത്? Verse number 10 in your Bible. 10ാമത്തെ വചനം നിങ്ങളുടെ ബൈബിളിൽ Jesus നോക്കൂ. straightened up and asked her, "Woman, where are they? Has no one condemned you?" യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലേ എന്ന് ചോദിച്ചു. Verse number 11, "No one, sir," she said. "Then neither do I condemn you," Jesus declared. "Go now and leave your life of sin." 11ാമത്തെ വചനം, ഇല്ല പ്രഭോ, അവൾ പറഞ്ഞു. യേശു പറഞ്ഞു, പോയിക്കൊള്ളുക, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, ഇനി മേൽ പാപം ചെയ്യരുത്. Hallelujah. ഹല്ലേലൂയ. See how wonderfully Jesus handled the situation. നോക്ക്, എത്ര മനോഹരമായിട്ടാണ് യേശു കർത്താവ് ഈ സാഹചര്യത്തെ കൈകാര്യം Now ചെയ്തത്. this is the same way Jesus handles any sinner. ഓർക്കുക, ഇതേ വിധത്തിൽ തന്നെയാണ് ഏതൊരു പാപിയുടെ കാര്യവും യേശു കർത്താവ് പരിഹരിക്കുന്നത്. Jesus came to this world not to condemn us but to save us. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് പാപിയായിട്ടുള്ള നമ്മെ ആരെയും ശിക്ഷ വിധിക്കാനല്ല, മറിച്ച് രക്ഷിക്കാനായിട്ടാണ്. That morning in the temple Jesus did two great things for that woman. ഓർക്കുക, ആ അതിരാവിലെ ആ ദൈവാലയത്തിൽ ഈ സ്ത്രീക്ക് വേണ്ടി 2 കാര്യങ്ങൾ യേശു കർത്താവ് ചെയ്തു. Number 1, she was delivered from death penalty. ഒന്നാമതായിട്ട് മരണത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടു. The Bible says when we sin, the salary for sin, the wages of sin is death. ബൈബിൾ പഠിപ്പിക്കുമ്പോൾ നാം പാപം ചെയ്യുമ്പോൾ പാപത്തിനൊരു ശമ്പളമുണ്ട്, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. If Jesus had told them whatever Moses had commanded you, you can do. ഇനി യേശു കർത്താവ്, മോശ നിങ്ങളോട് പറഞ്ഞതുപോലെ ചെയ്തു കൊള്ളൂ എന്ന് അവരോട് പറഞ്ഞിരുന്നെങ്കിൽ, The next moment she would be a dead body. ഓർക്കുക, അടുത്ത നിമിഷത്തിൽ അവൾ ഒരു ശവശരീരമായി തീർന്നേനെ. But Jesus came to this world not to kill anyone but to give his life. എന്നാൽ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ആരെയും കൊല്ലുവാനായിട്ടല്ല, മറിച്ച് തൻ ജീവൻ നൽകുവാനായിട്ടാണ് വന്നത്. Secondly, Jesus delivered this lady from her sinful life. രണ്ടാമതായിട്ട് ഈ സ്ത്രീയുടെ പാപ ജീവിതത്തിൽ നിന്ന് യേശു അവൾക്ക് വിടുതൽ കൊടുക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. Let me tell you something. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. Your education will not save you from your sins. ഓർക്കുക, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ സാധ്യമല്ല. You might have a doctorate. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ഡോക്ടറേറ്റ് You may ഉണ്ടായിരിക്കാം. be a research fellow. ഒരുപക്ഷെ നിങ്ങൾ റിസർച്ച് ചെയ്യുന്ന You may have വ്യക്തിയായിരിക്കാം. all the wisdom in this world. ഈ ലോകത്തിലെ സകല ജ്ഞാനവും But നിങ്ങൾക്കുണ്ടായിരിക്കാം. that will not save you from your sinful habits. എന്നാൽ അതൊന്നും നിങ്ങളുടെ പാപ സ്വഭാവത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരികയും, Your wealth cannot save you from sins. ഓർക്കുക, നിങ്ങളുടെ സമ്പത്തിന് നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങളെ പുറത്തെടുക്കാൻ സാധ്യമല്ല. Religious observances cannot save you from your sins. മതത്തിനോ അതിന്റെ ആചാര കർമ്മങ്ങൾക്കോ നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങളെ പുറത്തെടുക്കാൻ സാധ്യമല്ല. Your parents cannot save you from your sins. നിങ്ങളുടെ മാതാപിതാക്കൾക്കോ അവരുടെ പ്രവർത്തികൾക്കോ നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാൻ സാധ്യമല്ല. I cannot save you from your sins. ഇനി ഈ പ്രസംഗിക്കുന്ന എനിക്കോ ബ്രദർ ഡാമിയനോ ഈ പാപത്തിൽ നിന്ന് നിങ്ങളെ പുറത്തെടുക്കാൻ
പുറത്തെടുക്കാൻ സാധ്യമല്ല. Only Jesus can save you from sins. ഓർക്കുക, യേശു കർത്താവിന് മാത്രമേ ഒരു വ്യക്തിയുടെ പാപത്തിൽ നിന്ന് തന്നെ പുറത്തെടുക്കാനായി സാധിക്കുകയുള്ളൂ. Hallelujah. Hallelujah. Jesus is the jailbreaker. യേശുവാണ് ജയിലുകളെ ഭേദിക്കുന്നവൻ എന്നുള്ളവൻ. We may be saying that we are free citizens. നമ്മൾ ഒരു പക്ഷേ ചിന്തിക്കും നമ്മൾ സ്വാതന്ത്ര്യമുള്ള പൗരന്മാരാണ്. We are not in any prison. നമ്മൾ ആരും തന്നെ ജയിലുകളിലല്ലോ. Brother, I have not even visited any prison. ബ്രദറെ, ഞാനൊരു ജയിൽ ഇന്നുവരെ സന്ദർശിച്ചിട്ട് പോലുമില്ല. But do you know something? എന്നാൽ ഒന്നറിയാമോ? Millions and millions around the globe, they are imprisoned in their sinful nature. എന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾ പാപത്തിന്റെ ജയിലിനകത്ത് തടവ് പുള്ളികളായി കിടക്കുകയാണ്. But Jesus came to this world എന്നാൽ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു to liberate us from all sinful habits and nature. ഓർക്കുക, എല്ലാ പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്നും പാപത്തിന്റെ പ്രകൃതത്തിൽ നിന്നും ജനങ്ങളെ വിടിവിക്കുവാനായി അവൻ ഇറങ്ങി വന്നു. Let us lift up our hands and thank Jesus. ഒരിക്കൽ കൂടെ നമ്മുടെ വലത്തെ കൈയൊന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് യേശുവിനൊന്ന് നന്ദി പറയാമോ? യേശുവേ നന്ദി. Thank you, Jesus, for coming into this world. കൈകൾ ഉയർത്തിയിട്ട് ഒരിക്കൽ കൂടെ യേശുവിന് നന്ദി പറയാമോ? യേശുവേ നന്ദി, ലോകത്തിലേക്ക് വന്നതിനായി നന്ദി. Hallelujah. ഹല്ലേലൂയ. One more hallelujah to Jesus. ഒരിക്കൽ കൂടെ ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാലോ? Hallelujah. ഹല്ലേലൂയ. Even after 2000 years, എന്തിനു പറയണം, 2000 വർഷങ്ങൾക്ക് മുൻപ് Jesus is still doing the same thing for us. ഈ യേശു കർത്താവ് ചെയ്യുന്ന കാര്യം ഇന്നും താൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. And he eliminates, he takes away the sinful nature from that person. ആ വ്യക്തിയിലുള്ള പാപ സ്വഭാവങ്ങളെ മുഴുവൻ അവൻ തുടച്ചു മാറ്റുകയാണ്. Now, one example, illustration I always give is this. ഞാൻ എല്ലായ്പ്പോഴും നൽകുന്ന ഒരു ചിത്രീകരണം, ഒരു ഉദാഹരണം ഇതാണ്. If you take a coal, a piece of coal, നിങ്ങൾ ഒരു കഷ്ണം കൽക്കരി എടുത്താൽ and if you use the most effective detergent powder and wash it, what will happen to that? ഏറ്റവും വില കൂടിയ ഏറ്റവും നല്ല ഡിറ്റർജന്റ് പൗഡർ, സോപ്പ് പൊടി എടുത്ത് നിങ്ങൾ അത് കഴുകി കഴിഞ്ഞാൽ ഈ കൽക്കരി കഷ്ണത്തിന് എന്ത് സംഭവിക്കും? It will be the same. അത് അതുപോലെ തന്നെ It ഇരിക്കും. will be black in color. എത്ര കഴുകിയാലും കുറെ കളർ പോയാലും It will പിന്നെയും be കറുത്തിരിക്കും. coal itself. കാരണം അതിനുള്ളിൽ കരിയാണുള്ളത്. But if you put the coal into fire, what will happen? എന്നാൽ ഇതേ കൽക്കരി കഷ്ണത്തെ തന്നെ ഒരു തീക്കകത്തേക്ക് ഇട്ടാൽ എന്ത് സംഭവിക്കും? The color will change. അതിന്റെ കളർ മാറും. It will be glowing bright red in color. അത് വളരെ ചുവന്ന കളറിൽ അത് തിളങ്ങാനായി തുടങ്ങും. So bright. വളരെ പ്രകാശമാനമാകും. This is the same way Jesus is working for us. ഇതുപോലെ തന്നെയാണ് യേശു നമ്മുടെ അകത്തും പ്രവർത്തിക്കുന്നത്. To take away the sinful nature, sometimes we read good books. പാപ സ്വഭാവത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് ചില സമയങ്ങളിൽ നല്ല പുസ്തകങ്ങൾ നാം വായിക്കും. So many religious rituals and observances we keep. ഒത്തിരി മതത്തിൻ്റെതായ പുസ്തകങ്ങൾ, ആചാരങ്ങൾ, കർത്തവ്യങ്ങൾ, കടമകളൊക്കെ നാം ചെയ്തു നോക്കും. And we want to do good things to others. മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ഈ പാപത്തെ കുറയ്ക്കാൻ നാം ശ്രമിക്കും. All these human activities are like washing a piece of coal with soap. ഈ എല്ലാ മനുഷ്യന്റെ പ്രവർത്തികളും ഒരു കഷ്ണം കൽക്കരി കഷ്ണത്തെ കഴുകി എടുക്കുന്നതിന് തുല്യമായിട്ടാണ് ഉപമിക്കാൻ സാധിക്കുന്നത്. Jesus did not come to this world to give us a wash. യേശു കർത്താവ് നമുക്കൊരു കഴുകൽ നൽകാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നിട്ടില്ല. Jesus want to transform our life. പകരം നമ്മുടെ ജീവിതത്തിനാകമാനൊരു രൂപാന്തരം വരുത്തുകയാണ് ചെയ്യുന്നത്. That is why Jesus said, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, I will give you another person to live with you forever. എന്നും എന്നേക്കും നിങ്ങളോട് കൂടിയിരിക്കേണ്ടത് മറ്റൊരുവനെ ഞാൻ നിങ്ങൾക്ക് നൽകി തരാം. Who is that person? ആരാണ് കൂടിയിരിക്കാൻ വേണ്ടി നൽകി തന്ന മറ്റൊരു That വ്യക്തി? person is the Holy Spirit. അവനാണ് പരിശുദ്ധാത്മാവ്. And the Holy Spirit is the fire came down from heaven. സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അഗ്നിയാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത്. When you read Acts chapter 2, അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായം നിങ്ങൾ on വായിച്ചാൽ the day of Pentecost, the Holy Spirit came down. പെന്തിക്കോസ്തിന്റെ ദിനത്തിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. He did
not come down as a packet of soap powder. ഒരു സോപ്പ് പൗഡറിന്റെ പാക്കറ്റ് പോലെ അല്ല പരിശുദ്ധാത്മാവ് വന്ന് ഇറങ്ങി വന്നത്. Hallelujah. ഹല്ലേലൂയ. He did not come down just like ice cream. അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം പോലെ അല്ല പരിശുദ്ധാത്മാവ് വന്ന് ഇറങ്ങി The വന്നത്. 120 people who were gathered there, അവിടെ 120 പേർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. they had tongues of fire coming down into them. എന്നാൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് അഗ്നി നാവ് പോലെയാണ് ഇറങ്ങി വന്നത്. In other words, the Holy Spirit came to the 120 people as fire. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് അഗ്നിയുടെ രൂപത്തിലായിരുന്നു. The moment the fire went into their life, ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അവരുടെ അകത്തേക്ക് ഇറങ്ങി വന്ന ആ the നിമിഷാർത്ഥത്തിൽ sinful nature was consumed. അവരുടെ പാപ സ്വഭാവങ്ങളെല്ലാം ദഹിക്കപ്പെട്ടു പോയി. Are you listening to me? എത്ര പേര് എന്നെ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ട്? Hallelujah. ഹല്ലേലൂയ. They had another nature. അവർക്ക് മറ്റൊരു സ്വഭാവ പ്രകൃതമുള്ളവരായി മാറി. In their life, in their heart, in their soul, in their spirit, they had the fire from heaven. അവരുടെ ജീവിതത്തിൽ, അവരുടെ ഹൃദയത്തിൽ, അവരുടെ മനസ്സിൽ, അവരുടെ ആത്മാവിൽ യേശുവിന്റെ അഗ്നിവാഹകരായി അവർ മാറ്റപ്പെട്ടു. From that moment, they were changed people. ആ നിമിഷം മുതൽ അവർ മാറ്റമുള്ള വ്യക്തികളായി They were മാറ്റപ്പെട്ടു. ordinary fishermen, അതുവരെയും അവർ സാധാരണ മീൻപിടുത്തക്കാരായിരുന്നു, ordinary tax collectors, സാധാരണ ചുങ്കക്കാർ മാത്രം, ordinary people. സാധാരണ മനുഷ്യർ. But when the Holy Spirit came, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി വന്നപ്പോൾ their life changed, അവരുടെ ജീവിതം their മാറി, profession changed, അവരുടെ ജോലി മാറി, their ministry അവരുടെ changed. ശുശ്രൂഷ മാറി. They started to speak about the resurrected Jesus. അവർ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ച് ശക്തിയുക്തം പ്രസംഗിക്കാൻ ആരംഭിച്ചു. And the first day itself, so many thousands flocked together. ആദ്യത്തെ ദിവസം തന്നെ ആയിരക്കണക്കിന് ജനങ്ങൾ അവരുടെ മുൻപിൽ വന്നുകൂടി. Hallelujah. ഹല്ലേലൂയ. And they were also saved by the grace of God. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ ആ വന്നു ചേർന്ന ആളുകൾ രക്ഷിക്കപ്പെട്ടു. Hallelujah. ഹല്ലേലൂയ. The greatest liberation is the liberation from our own sinful nature. ഓർക്കുക, ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്നുള്ളത് സ്വന്തം പാപത്തിൽ നിന്ന് ഒരു വ്യക്തി സ്വതന്ത്രനാകുന്നതാണ്. Can you say amen to that? എത്ര പേര് ആമേൻ ഉറക്കെ പറയും? Hallelujah. ഹല്ലേലൂയ. Sin is the root cause of every evil thing man is undergoing. ഓർക്കുക, ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ ദുഷ്പ്രവൃത്തികളുടെയും വേര് പാപമാണ്. And Jesus came to cut it. യേശു കർത്താവ് വന്നത് അത് മുറിക്കുവാനായിട്ടാണ്. Hallelujah. ഹല്ലേലൂയ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നിലമ്പൂർ ഒക്ടോബർ 16 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. OCK ഓഡിറ്റോറിയം, കോടതിപ്പടി സ്റ്റോപ്പ്, നിലമ്പൂർ. ഊട്ടി കാലിക്കറ്റ് റോഡ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തൃശൂർ ഒക്ടോബർ 17 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ തൃശൂർ. ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൽ നിന്നും വിടുതലുകളും അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും സ്വീകരിക്കാം. വിശ്വസിക്കുക. കർത്താവെ, ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ. കാൽ മുട്ടുകൾക്കകത്ത് ഒരുപക്ഷെ കാർട്ടിലേജിന് ടയറോ അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ പ്രശ്നമോ എന്തൊക്കെയോ കൊണ്ട് കാൽമുട്ടുകളിൽ സ്വെല്ലിങ്ങും വേദനയൊക്കെ അനുഭവിക്കുന്ന ചില വ്യക്തികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. വെരിക്കോസ് വെയിൻ സൗഖ്യമാകട്ടെ. അതുപോലെ പൈൽസ് രോഗം ബാധിച്ച പലരെയും കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ബ്ലീഡിങ് നിൽക്കട്ടെ. അനുബന്ധമായ സകല അസ്വസ്ഥതകളും മാറിപ്പോകട്ടെ. ഫിഷർ, ഫിസ്റ്റുല തുടങ്ങിയ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹെർണിയ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ കാലിൽ ആണി രോഗമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. അതിനാൽ കാല് നിലത്ത് ചവിട്ടുമ്പോൾ ഭയങ്കരമായ വേദനയുള്ള വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ആ രോഗം സൗഖ്യമായി പോകട്ടെ. അതുപോലെ മറ്റൊരു അവസ്ഥ എന്നെ കാണിക്കുന്ന തലയിൽ എത്രയൊക്കെ ട്രീറ്റ് ചെയ്തിട്ടും
താരൻ, ഡാൻഡ്രഫ് പോകാതെ വളരെ പ്രയാസപ്പെടുന്ന ചിലർ, യേശുവിൻ്റെ നാമത്തിൽ ആ അവസ്ഥ മാറട്ടെ. ഇൻ ജീസസ് നെയിം. മുടി പൊഴിച്ചിൽ നിൽക്കട്ടെ. അതുപോലെ ശരീരത്തിൽ ചില ഭാഗങ്ങളിൽ പാണ്ടുകളും വന്നുകൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞാനതിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. അത് മാഞ്ഞു പോകട്ടെ, ഇനി ഉണ്ടാകരുത്. ഇൻ ജീസസ് നെയിം. മാരകമായ രോഗങ്ങൾ, ക്യാൻസർ രോഗമെല്ലാം സൗഖ്യമാകട്ടെ. HIV പോസിറ്റീവായത് ആ റിസൾട്ട് മാറി HIV നെഗറ്റീവ് ആകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എയ്ഡ്സ് രോഗം മാറിപ്പോകട്ടെ. താങ്ക് യു ഫാദർ. അതുപോലെ ഹാർട്ടിൻ്റെ രോഗങ്ങൾ, ബ്ലോക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവിക സമാധാനത്താൽ വ്യക്തികൾ നിറയാൻ തുടങ്ങട്ടെ. പിരിമുറുക്കങ്ങൾ മാറട്ടെ. ഡിപ്രഷൻ മാറട്ടെ. മെൻ്റൽ ഇൽനെസ് മാറട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാർ ഇപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ, അടുത്തടുത്ത് നിങ്ങളുണ്ടെങ്കിൽ കൈകൾ കോർത്ത് പിടിക്കുക ഐക്യതയോടെ യേശുവിൻ്റെ നാമത്തിൽ. അടുത്തടുത്തില്ലെങ്കിൽ എവിടെയാണ് അവിടെ പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, നീ അവരെ തൊട്ട് അനുഗ്രഹിച്ചതിനാൽ നന്ദി. ഈ സമയത്ത് എല്ലാവരും ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, വിശ്വസിക്കാം. കർത്താവേ, രോഗമെന്താണെങ്കിലും പ്രയാസങ്ങൾ എന്താണെങ്കിലും, നിങ്ങളുടെ പ്രയാസം എന്താണെങ്കിലും ഇപ്പോൾ യേശുവിനോട് പറയുക. കർത്താവ് വിടുതൽ നൽകി അനുഗ്രഹിച്ചതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് നന്ദി. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും തീർച്ചയായും ഇതിനെക്കുറിച്ച് പറയണം. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട എൻ്റെ പ്രാർത്ഥനാ ഡയറി, വിന്നേഴ്സ് ഫാക്ടറി, ആശിഷമാരി, സോങ് ബുക്സ് തുടങ്ങിയത് ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിച്ച് ആവശ്യപ്പെടാം. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങളുടെ CDകളും നിങ്ങൾക്ക് ലഭിക്കും. വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ഇതിൻ്റെ വിവരണങ്ങൾ അവിടെയുണ്ട്. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് നിലമ്പൂരിലും തൃശ്ശൂരിലുമാണ്. തീർച്ചയായും വരണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.